എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1738 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ നടക്കാൻ പോകുന്നത്. ഒരു രണ്ട് വിശേഷാൽ വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ജൂൺ 5 പരിസ്ഥിതി ദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നതും മുഖ്യപ്രഭാഷണം നടത്തുവാനായി എത്തുന്നതും. എന്തായാലും നല്ല ഒരു പ്രോഗ്രാമാണ് ഇന്ന് സൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേക പരിപാടി ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടുകൂടി തുടങ്ങും. നന്ദി. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എപ്പോഴും നിലകൊള്ളുന്ന ശ്രീ ഷാലു രാജൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്, യൂട്യൂബറാണ്, അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിനെ ഞാൻ സ്നേഹപുരസരം സ്വാഗത പ്രസംഗത്തിലേക്ക് ക്ഷണിക്കും. ഡോക്ടറെ അൺമ്യൂട്ട് ഷാലു അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ. താങ്ക് യു. നമുക്ക് എത്രയും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് ലവേഴ്സ്, ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ഈ സായന്തനത്തിൽ IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ആഘോഷ രാവിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ഇവിടെ കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായി തന്നെ ഇവിടെ സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഇസ്മായിൽ സേഠ് സാറിനെയാണ്. വളരെ നേതൃപാടവത്തോടെ ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സേഠ് സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ MB മത്തായി സാറിനെയാണ്. അദ്ദേഹം അഹമ്മദാബാദിലെ ഗുജറാത്ത് വിദ്യാപീഠ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം ഗാന്ധി വേൾഡ് വ്യൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഗാന്ധി മാർഗ് എന്ന പുസ്തകത്തിന്റെ എഡിറ്ററുമാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ MB മത്തായി സാറിനെ IFPHന്റെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിനായി മുഖ്യ പ്രഭാഷണത്തിനായി കടന്നു വന്നിട്ടുള്ള ശ്രീ CR നീലകണ്ഠൻ സാറിനെയാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, ഒരു എഴുത്തുകാരനുമാണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ മുൻ സ്റ്റേറ്റ് കൺവീനർ കൂടിയാണ്. 2009 മുകുന്ദൻ C മേനോൻ അവാർഡ് മുതൽ 2013 ഗാന്ധി ദർശൻ അവാർഡ് വരെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. പ്രകൃതിയുടെ നിലവിളികൾ, പരിസ്ഥിതിയുടെ വർത്തമാനങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ CR നീലകണ്ഠൻ സാറിനെ IFPHന്റെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന്റെ വിജയത്തിനായി ഇവിടെ വന്നെത്തിയിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ യോഗം മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ ഷൈല മാഡം, നന്ദി പ്രകാശനം നടത്തുന്ന ശ്രീമതി ജിതി മാം, മറ്റ് IFPHന്റെ ഭാരവാഹികൾ ഏവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു. നന്ദി ഷാലു. നല്ലൊരു സ്വാഗത പ്രസംഗമാണ് നടന്നത്. പരിസ്ഥിതി ദിനം നമ്മൾ ഇന്ന് സൂമിൽ ഒരു ആഘോഷമാക്കി നമ്മൾ നടത്താൻ കാരണം നമുക്ക് തന്നെ അറിയാം. പരിസ്ഥിതി ശരിയല്ലെങ്കിൽ സൂമില്ല, നമ്മുടെ ഡോക്ടേഴ്സ് ഇല്ല, അതുപോലെ തന്നെ മനുഷ്യരേ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത നമുക്കറിയാം. വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് പരിസ്ഥിതി നല്ല രീതിയിൽ പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സൂമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഈ
പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ളത് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രവർത്തകൻ കൂടിയായ പ്രൊഫസർ കൂടിയായ MP മത്തായി സാറാണ്. IFPHന്റെ പേരിൽ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുക. ഓക്കെ, താങ്ക് യു. ഐ എം സോറി ഫോർ ദി ഡിലേ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ സംഘാടകരെ അനുമോദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം ഒരു 15 മിനിറ്റ്, മാക്സിമം പരമാവധി 15 മിനിറ്റ് സമയമെടുത്ത് നിർവഹിക്കണമെന്നാണ് എന്നെ ബന്ധപ്പെട്ടയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ വളരെ കാലമായി 1973 മുതലാണ് ഈ ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. 1972 നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഹ്യൂമൻ എൻവയോൺമെന്റിനെ പറ്റി ആദ്യം ലോക രാഷ്ട്ര തലവന്മാർ കൂടി നടത്തിയ കോൺഫറൻസാണ്. ആ കോൺഫറൻസിനെ തുടർന്നാണ് ഒരു ദിവസം ആ കോൺഫറൻസ് ആരംഭിച്ച ദിവസമായിരുന്നു ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കറിയാം എത്രയോ വർഷങ്ങളായി, 73-ന് ശേഷം നമ്മൾ ഒരു 50 കൊല്ലം ഏകദേശം അടുക്കാൻ പോകുന്നു നിരന്തരമായി ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. 73-ന് ശേഷം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ആലോചിക്കുമ്പോൾ, ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനം ത്തിന്റെ തീവ്രത, അതിന്റെ തീക്ഷ്ണത ആരെയും പറഞ്ഞ് അറിയിക്കേണ്ടാത്ത വിധം നമ്മളെ നിരന്തരമായി ശല്യം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നു, വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ 73 മുതൽ പരിസ്ഥിതി ദിനം ആചരിച്ച് 2025 എത്തുമ്പോൾ നമ്മുടെ ഒരു ഗ്ലോബൽ കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്, അതായത് ഈ പ്രകൃതി നിലനിൽക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്, ഈ പ്രകൃതി തകർന്നു പോകും. ഈ ഭൂമി എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ഗോളമാണ്. ആ ഗോളം തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുവാണ്. അങ്ങനെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു ലോക പരിസ്ഥിതി ദിനം വീണ്ടും ആചരിക്കുകയും ചെടികൾ നടുകയും പരിസ്ഥിതിയെ പറ്റി കവിത ചൊല്ലുകയും പാട്ടുപാടുകയും കോൺഫറൻസ് നടത്തുകയൊക്കെ ചെയ്യാം. ഇത് ഇത്തരത്തിലുള്ള, ഇപ്രാവശ്യം നമുക്കറിയാം, ഇത് പ്ലാസ്റ്റിക് ഭീഷണിയെ നമ്മൾ ചെറുക്കണം എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം. ഓരോ പരിസ്ഥിതി ദിനത്തിലും ഇത്തരത്തിലുള്ള ഓരോ സന്ദേശങ്ങളാണെന്നുള്ള വിവരവും നമുക്കറിയാം. ഈ പ്ലാസ്റ്റിക്കിന്റെ ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നില്ല. ഈ അടുത്ത ദിവസം ഈ വിഴിഞ്ഞത്ത് നിന്ന് പോയ ഒരു കപ്പൽ, വിഴിഞ്ഞത്ത് വന്നു പോയതോ വിഴിഞ്ഞത്തേക്ക് വരുന്നതായ ഒരു കപ്പലും മുങ്ങി അതിന്റെ കാർഗോ മുഴുവൻ കടലിൽ പോയി. അത് കുറെ empty ആയിട്ടുള്ള കാർഗോ കണ്ടെയ്നേഴ്സ് ഇവിടെ അടുത്തു. അപ്പൊ അതേ പറ്റിയിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ വേണ്ടത്ര ഗൗരവമായിട്ട് എടുക്കാതിരുന്ന ഒരു സംഗതി, ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഗ്രാന്യൂൾസ് ഇങ്ങനെ അതിഭയാനകമായ തോതിൽ കടലിൽ പതിക്കുകയും അതിങ്ങനെ പതിയെ വന്ന് കരയിൽ അടുക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ്. ലോകത്ത് നമ്മൾ നേരിടുന്ന ഈ പ്ലാസ്റ്റിക് ഭീഷണിയുടെ ഏറ്റവും രൂക്ഷമായ ഭീഷണി, ഏറ്റവും അപകടകരമായ ഭീഷണി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസിൽ നിന്നുണ്ടാകുന്നതാണ്. നമുക്കറിയാം, കണക്കനുസരിച്ച് ഒരു വർഷം ഏതാണ്ട് 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഒരു പകുതിയിലധികം ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുണ്ടാക്കുന്ന ഭീഷണിയുണ്ട്. ഞാൻ അതേപ്പറ്റിയല്ല പറയാൻ വരുന്നത്. നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങള്, അന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നടുന്ന ചെടികൾ കൊണ്ടോ, അല്ലെങ്കിൽ അന്ന് നമ്മൾ പ്ലാസ്റ്റിക് ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസം പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടോ പരിഹരിക്കാവുന്നതിനേക്കാളുമെല്ലാം 100 മടങ്ങോ 1000 മടങ്ങോ അപ്പുറത്തെത്തിയിരിക്കുന്നു ഈ പ്രകൃതി നേരിടുന്ന ഭീഷണി, വെല്ലുവിളി എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട, തിരിച്ചറിയേണ്ട പ്രശ്നം അതാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്
ഈ ഒരു ഗ്ലോബൽ കാറ്റസ്ട്രോഫിയുടെ അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ തകരാൻ പോകുന്നതിന്റെ, ഭൂമി തന്നെ തകരാൻ പോകുന്നതിന്റെ ഒരു സൂചകമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിങ്ങനെ മുമ്പോട്ട് പോയാല് ഈ പ്രകൃതി തന്നെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അതാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത്രയും കാലത്തെ കോൺഫറൻസുകൾ, അനേകം കോൺഫറൻസുകൾ നടത്തി, അസംഖ്യം പ്രോട്ടോകോളുകൾ ഉണ്ടായി, കൺവെൻഷൻസ് ഉണ്ടായി, ഉടമ്പടികൾ, കൺവെൻഷൻസ് എന്ന് പറഞ്ഞ ഉടമ്പടികൾ ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിന് ഗൗരവതരമായ, അതായത് ഈ പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് ഫലപ്രദമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യം. അതാണ്. അതേപ്പറ്റിയിട്ടുള്ള കണക്കുകളൊക്കെ സർക്കാരുകൾ പുറപ്പെടുവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ഉള്ള ഏറ്റവും പുതിയ ചില നിഗമനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടികൾ പാലിക്കപ്പെടാത്തത്, പ്രോട്ടോകോളുകൾ ഗൗരവപൂർവം നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾ, ലോകത്തിലെ ദേശരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ഈ കാര്യത്തെ ഗൗരവമായി എടുക്കുന്നവരല്ല. അവരുടെ ഈ പ്രകൃതിയോടുള്ള സമീപനം എന്ന് പറയുന്നത് തികച്ചും ഒരു ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു സമീപനമാണ്, പ്രയോജനവാദപരമായിട്ടുള്ള ഒരു സമീപനമാണെന്നുള്ളതാണ്. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ളതാണ്. ഇതൊരു വിഭവങ്ങളുടെ കലവറയാണ്. അത് എത്രയധികം എത്ര വേഗം ചൂഷണം ചെയ്യുന്നുവോ അത്രയും നമുക്ക് നല്ലത് എന്നുള്ള ഒരു സമീപനം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ ലോക രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും. പ്രധാനപ്പെട്ട രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു മനുഷ്യന്റെ ഈ പരിസ്ഥിതി ദിനങ്ങൾ കൊണ്ടാടുന്നത് കൊണ്ടോ ആചരിക്കുന്നത് കൊണ്ടോ ആഘോഷിക്കുന്നത് കൊണ്ടോ പ്രതിജ്ഞകൾ പുതുക്കുന്നത് കൊണ്ടോ കുറച്ച് പ്ലാസ്റ്റിക് നിയന്ത്രിക്കുന്നത് കൊണ്ടോ കുറെ അധികം തൈകൾ നട്ട് അത് സംരക്ഷിക്കാതെ നശിച്ചു പോകുന്നത് കൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടാവുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ് ഈ പ്രശ്നം എന്ന് ഞാൻ അത് റീഇറ്ററേറ്റ് ചെയ്യാണ്, ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ ഈ ഒരു ശരിയായ കാഴ്ചപ്പാടില്ലാത്ത മോശക്കാരായ ഈ ഭരണാധികാരികൾ ഇത് ചെയ്യാതെ വരുമ്പോൾ പിന്നെ എന്താണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്? ഇസ് ദർ എനിത്തിങ് ടു ഹോപ്പ് ഫോർ? ഇത് ശരിയാകുമോ? എന്തെങ്കിലും ഇത് ശരിയാകുമോ? നമുക്ക് ഈ ഭൗമ സന്തുലനം എന്ന് പറയുന്നതുണ്ട്. കാലാവസ്ഥ, അതിന് ആ സന്തുലനത്തിന്റെ തകരാറ് കൊണ്ടാണ് കാലാവസ്ഥ തകിടം മറിയുന്നത് എന്നും നമുക്കറിയാം. എന്നെങ്കിലും ഇത് ശരിയായിട്ട് ഈ ഭൂമി അതിന്റെ ബാലൻസിൽ തിരിച്ചു വരികയും അതിന്റെ അപാര സാധ്യതകൾ നമുക്ക് ആസ്വദിച്ച് ആനന്ദിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുന്ന ഗൗരവതരമായ ഈ പ്രശ്നത്തെ പറ്റി അന്വേഷിക്കുന്ന ആളുകൾ പറയുന്നത് ഈ പ്രത്യാശ മനുഷ്യനിലല്ല കുടികൊള്ളുന്നത്, നേരെ മറിച്ച് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ഒരു തലം നമ്മുടെ മുമ്പിലുണ്ട്. നാം എല്ലാം അത് ഉപയോഗിക്കുന്നവരാണ്. ഈ കോൺഫറൻസിൽ തന്നെ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണത്? അത് ഈ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് AI എന്ന് നമ്മൾ പറയും. അതിന് 2 തലങ്ങളുണ്ടെന്ന് പറയും. ഒരു തലം ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ്. അതാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ AGI എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണത്. അതിന് നമ്മുടെ വൈദഗ്ധ്യം അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രത്യേകത അനുസരിച്ചും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, അതിനേക്കാളൊക്കെ ഉയർന്നതും സങ്കീർണമായതുമായ ഒന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. അതിനാണ് ആർട്ടിഫിഷ്യൽ സുപ്പീരിയർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ASI എന്ന് പറയുന്നുണ്ട്. ആ ASIയുടെ പ്രത്യേകത അത് ഒരു ടൂളല്ല, നേരെ മറിച്ച് ഒരു ഏജന്റ് ആണ് എന്നുള്ളതാണ്. അതിന് സ്വയം അതിന്റെ കരുത്ത് മനുഷ്യന്റെ ബുദ്ധിശക്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെ ഒരു റോബോട്ടിന് നമ്മൾ നൽകുന്ന
അതിന്റെ പ്രാപ്തികള്, അതിന്റെ സ്കിൽസ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെ അതിനേക്കാൾ മികച്ച തോതിൽ ഈ ബുദ്ധിശക്തി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ASI, ആർട്ടിഫിഷ്യൽ സുപ്പീരിയർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ ആർട്ടിഫിഷ്യൽ സുപ്പീരിയർ ഇന്റലിജൻസ് മനുഷ്യന്റെ ഈ ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ആ സ്പീഷീസിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലും നമ്മുടെ ആവാസ വ്യവസ്ഥയായ ഈ ഭൂമിയെ ഇല്ലാതാക്കുന്ന തരത്തിലും ഒക്കെ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ടും നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നേരിട്ട ഈ ഒരു യുദ്ധഭീഷണിയുണ്ട്. ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റിലേക്ക് നയിക്കുന്ന തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും 2 ന്യൂക്ലിയർ പവേഴ്സാണ്. നമ്മൾ തമ്മിലുള്ള ഈ സംഘർഷം പരിണമിക്കുമോ എന്നുള്ള ഭീതി കുറച്ച് ദിവസത്തേക്കെങ്കിലും ലോകത്ത് വ്യാപിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള സ്വയം നശീകരണപരമായ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ള ഈ സംശയം ഈ സുപ്പീരിയർ ഇന്റലിജൻസിന് ഉണ്ടാവുകയും അത് ഈ ലോകത്തിന്റെ നിയന്ത്രണം മനുഷ്യരുടെ മോശക്കാരായ ഈ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന്, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ഏറ്റെടുക്കുകയും ഈ ലോകത്തെ കുറെ കൂടി ആവാസപരമായിട്ടുള്ള രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് വിമോചിപ്പിച്ച് ഇതിനെ അതിൻ്റെതായിട്ടുള്ള ഒരു ക്രിസ്റ്റൈൻ, ഒരു സംശുദ്ധമായ അവസ്ഥയിലേക്ക് മാറ്റി തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് ശക്തമായ ഒരു വാദഗതി ഇതിന്റെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ 2 പേരുടെ പേര് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിക് ബോസ്ട്രം എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഈ വിഷയത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ഡീപ് യൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ള സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ASIയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. സൂപ്പർ ഇന്റലിജൻസ്, പാത്സ്, ഡേഞ്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇതിനകത്ത് അദ്ദേഹം ഈ അഭിപ്രായം ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഗൂഗിളിന്റെ ചീഫ് ആയിരുന്ന നമ്മുടെ ഈജിപ്തിൽ നിന്നുള്ള ഗൗദാത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ടെക്നോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. 3-4 പ്രസിദ്ധങ്ങളായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ദി ലിറ്റിൽ വോയിസ് ഇൻ യുവർ ഹെഡ് എന്നൊക്കെ പറയുന്ന വളരെ ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ഒരു പുസ്തകമാണ്. അങ്ങ് ആ പുസ്തകങ്ങളിലൊക്കെ അവർ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ മോശക്കാരായ ബാഡ് റൂളേഴ്സ് എന്ന് പറയുന്ന ഈ ബാഡ് റൂളേഴ്സിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ഈ ലോകത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ സുപ്പീരിയർ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ സുപ്പീരിയർ ഇന്റലിജൻസ് ഏറ്റെടുക്കുകയും മനുഷ്യവംശത്തെ സംരക്ഷിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിവിദൂരത്തല്ല എന്നാണ് പറയുന്നത്. 6-നും 10-നും ഇടയ്ക്കുള്ള വർഷങ്ങൾക്കുള്ളിൽ ഇത് സംഭവിക്കും എന്ന് പ്രവചിക്കുന്ന ആളുകളും ഈ വിദഗ്ധന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ സുപ്പീരിയർ ഇന്റലിജൻസ് ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം എൻ്റെ അറിവ് ആ കാര്യത്തിൽ പരിമിതമാണ്. ഞാൻ ഈ സാഹിത്യം വായിച്ചുള്ള ഒരു പരിചയം ആണ് എനിക്കുള്ളത് ഈ വിഷയത്തെ പറ്റിയിട്ട്. പക്ഷേ നമ്മളെ ഭരിക്കുന്ന ആളുകൾ അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള, എടുത്തിട്ടുള്ള ഉടമ്പടികൾ പാലിക്കുകയില്ലെന്നും അവർ തന്നെ കൂട്ടായി എടുത്തിട്ടുള്ള പ്രതിജ്ഞകൾ തുടർന്ന് ലംഘിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബദൽ ഉണ്ടായാൽ, അതുകൊണ്ട് ഈ പ്രകൃതി സംരക്ഷിക്കപ്പെടുമെങ്കിൽ, മാനവരാശി കുറച്ചുകൂടെ സമാധാനപരമായി ജീവിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അത് സ്വാഗതം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് ഇങ്ങനെ ഒരു പുതിയ ഡയമെൻഷൻ കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, എന്നേക്കാൾ കൂടുതൽ ഈ കാര്യത്തെ പറ്റി പറയാൻ സാധിക്കുന്നയാളാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ CR. അദ്ദേഹവും ഞാനും ഒക്കെ ഞങ്ങൾ ആക്ടിവിസ്റ്റുകൾ കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിരവധി സമരങ്ങൾ ചെയ്തിട്ടുള്ള, ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഈ ഒരു വിഷയത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. വളരെ വളരെ സന്തോഷം മത്തായി സാറേ.
എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിനായി എത്തിയത് വളരെ യോജിച്ച വ്യക്തിത്വമാണെന്ന് അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. വിലപ്പെട്ട സമയം നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിന് വേണ്ടി മാറ്റിവെക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. അടുത്തതായി ഇന്ന് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് CR നീലകണ്ഠൻ സാറാണ്. സാറിനെ നമ്മൾ എപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ കണ്ട് എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. കൂടാതെ പരിസ്ഥിതിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന CR നീലകണ്ഠൻ സാറിനെ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഷൈല മാം, അതുപോലെ ഇവിടെ സ്വാഗതം ഇവിടെ അധ്യക്ഷൻ ഇസ്മായിൽ സേട്ട്, അതിലൊക്കെ ഉപരിയായി നേരത്തെ മത്തായി സാർ പറഞ്ഞു വളരെ അടുത്ത സുഹൃത്തുക്കളാണ് മത്തായി സാറും ഞാനും. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞ ഒരു വശം വളരെ കൃത്യമായും നമുക്ക് മനസ്സിലാകുന്നു. എന്തൊക്കെ ചെയ്താലും അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയം, ഒരു കുടുക്കിലല്ല നാം പെട്ടിട്ടുള്ളത്. അത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ 1992 എർത്ത് കോൺഫറൻസ് മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ള കിയോട്ടോ പ്രോട്ടോകോൾ മുതൽ പാരീസ് കോൺഫറൻസും ഇപ്പോൾ ബാക്കു കോൺഫറൻസും ഒക്കെ നടത്തിയിട്ടുള്ള ഇപ്പൊ IPCC എന്ന് പറയുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വരെയുള്ള സംഗതികൾ, അതൊരു വശം അവിടെ നിൽക്കുകയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതും ആ പ്രത്യാശ അദ്ദേഹത്തോളം തന്നെ ഞാൻ ആ പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. കാരണം എനിക്കും എൻ്റെ വരും തലമുറകൾക്കും ഒക്കെ ഇവിടെ ജീവിക്കണമല്ലോ. അതുകൊണ്ട് പ്രത്യാശയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിൽ അത്ര ശുഭാപ്തി വിശ്വാസക്കാരനല്ലെങ്കിലും ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു നിർത്തിയല്ലോ, ഈ പാരിസ്ഥിതികമായ ദുരന്തം നമ്മളെ നേരിടുമ്പോൾ രണ്ട് തരത്തിൽ അതിനെ സമീപിക്കാറുണ്ട് ക്ലാസിക്കലായി. ഒന്ന്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മിറ്റിഗേറ്റ് ചെയ്യുക. ഇപ്പോ അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കുറയ്ക്കുക, അത് പിടിച്ചു നിർത്തുക, അതിന്റെ ഫലമായുള്ള കാലാവസ്ഥാ മാറ്റം, കടൽ കടന്നുകയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒരു വശം നടക്കട്ടെ. അതിന്റെ രണ്ടാമതൊരു വശമുണ്ട് മിറ്റിഗേഷൻ അത് മിറ്റിഗേഷനാണ്. രണ്ടാമത് ഒരു വശമുണ്ട് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുള്ളുള്ള റോഡിലൂടെ നാം നടക്കുകയാണെങ്കിൽ എല്ലാ മുള്ളും എടുത്തു മാറ്റിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെരുപ്പിട്ട് നടക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അടിയന്തരമായി ജീവിക്കണോ? അടിയന്തരമായി ജീവിക്കാൻ ഈ പറഞ്ഞതുപോലെ AI വന്ന് ലോകത്തിലെ ഭരണകൂടത്തെ മാറ്റി നമുക്ക് സുഖകരമായ ഒരു ലോകം ഉണ്ടാക്കി തരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഈ ലോകം ഇല്ലാതായി പോകും. അങ്ങനെ വരെയുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിലും കുറെ പ്രദേശങ്ങളെങ്കിലും ഇല്ലാതായി പോകും. ഇപ്പൊ തന്നെയുള്ള പ്രവചനം അനുസരിച്ച് ഈ കടൽ നിരപ്പ് ഉയരുകയും പല രാജ്യങ്ങളും പല ദ്വീപ് രാജ്യങ്ങളും മുങ്ങിപ്പോവുകയും ഞാൻ ജീവിക്കുന്ന കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങൾ ചിലപ്പോൾ വെള്ളത്തിനടിയിലാവും എന്നൊക്കെ പറയുകയും, ആവുമെന്ന് വെറുതെ പറയുകയല്ല, ഒരു 25 വർഷം മുമ്പ് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും കടൽ കയറ്റത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ച പോലെയല്ല ഇന്നുള്ളത്. ഇന്ന് കാലാവസ്ഥ മാറ്റം എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു ക്രൈസിസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ക്ലൈമറ്റ് ക്രൈസിസിൽ, ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്ന ഒരു മറുവശത്ത് നിന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ലോകം മുഴുവനൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. ഞാൻ കേരളം എന്ന് പറയുന്ന നമ്മുടെ സസ്യശ്യാമള കോമളമായ നമ്മുടെ പ്രദേശത്തെ കുറിച്ച് എടുത്താൽ പോലും കേരളം വളരെ സുന്ദരമാണ്. അതിന് കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത്ര സുന്ദരമല്ല ഇപ്പോൾ കേരളം എന്ന് കഴിഞ്ഞ 2018 മുതലെങ്കിലും നമുക്ക് കുറേശ്ശെയായി ബോധ്യം വന്നിട്ടുണ്ട്. അതിന് കേരളം മാത്രം കുഴപ്പക്കാരായതുകൊണ്ടല്ല, ലോകത്തിലെ കാലാവസ്ഥാ മാറ്റം, അതിൽ ഏറ്റവും പ്രത്യേകിച്ച് അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിരിക്കും. കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ടാണ്, ഒരു 10-12 വർഷമായിട്ടാണ് അറബിക്കടലിൽ ഈ മാറ്റം ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിച്ചത് വളരെ വൈകിയാണ്. ഒരുപക്ഷെ ഓക്കി വന്നപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്കൊരു തോന്നലുണ്ടായത് 2017. അതിനുശേഷം 18 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷവും നമ്മൾ അതിവർഷം അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ രൂപത്തിൽ വർഷത്തിലെ ഏത് മാസവും നമുക്ക് വർഷം കിട്ടാം, ഏത് ദിവസവും കിട്ടാം, ഏത് സമയത്തും അതിവർഷം വരാം. കാരണം നമുക്ക് 2018-ലും 2019-ലും ഓഗസ്റ്റിലാണ് നമുക്കുണ്ടായതെങ്കിൽ, അത് ചിങ്ങമാസത്തിലാണ് നമുക്കുണ്ടായതെങ്കിൽ, 2021-22-ലൊക്കെ നമുക്കത് വന്നത് ഒക്ടോബറിലാണ്.
എന്ന് പറഞ്ഞാൽ തുലാവർഷത്തിനോടൊപ്പം, തുലാവർഷം എന്നൊന്നും പറയാൻ പറ്റില്ല, ഏതായാലും ആ കാലത്താണ്. എന്ന് പറഞ്ഞാൽ ഏത് വർഷവും വരാം. അറബിക്കടൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഒരു 10-12 കൊല്ലം മുമ്പ് നമ്മൾ ഒരിക്കലും അറബിക്കടലിൽ ന്യൂനമർദ്ദം എന്നൊരു സാധനം കേട്ടിട്ടില്ല. ഇപ്പോൾ അറബിക്കടലിൽ ന്യൂനമർദ്ദവും ന്യൂനമർദ്ദ തോണിയും പാത്തിയും ഒക്കെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒരേ സമയം ന്യൂനമർദ്ദം ഉണ്ടാവുന്നതാണ് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ പഴയ പോലെ ഉണ്ടാവുന്നുണ്ട്, അറബിക്കടലിൽ അത് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായാണ് നമുക്ക് ഈ അതിവർഷം വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിന്റെ സാങ്കേതിക വിദ്യയിലേക്ക് ഒന്നും പോകുന്നില്ല, അത് തന്നെ സമയമെടുക്കും. ഞാൻ പറയുന്നത്, അങ്ങനെ അതിവർഷം ഉണ്ടാകാവുന്ന ഒരു സ്ഥലം ഏത് നിമിഷവും ഏത് സമയവും, ഇനി അതിവർഷം മാത്രമല്ല, നമ്മൾ മറ്റൊന്നും കൂടി ഭയപ്പെടണം. വർഷമില്ലാത്തൊരു വർഷം കൂടി വരാം. വളരെ കുറഞ്ഞ മഴ കേരളത്തിൽ കിട്ടാം ഒരു വർഷം. ഈ മഴയുടെ മാറ്റം അങ്ങനെയാവാം. അങ്ങനെ വന്നാൽ, വർഷമില്ലാത്തൊരു വർഷം വന്നാൽ കേരളം എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളം മാത്രമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ കേരളമെങ്കിലും, നമ്മളെങ്കിലും, നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചെരുപ്പിട്ടിട്ട് ഞാൻ ചെരുപ്പിടും എന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ചെരുപ്പിടണോ. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മളാണ് പുറത്തിറങ്ങി നമ്മൾ ചെരുപ്പിടരുത്. അപ്പൊ എങ്ങനെ കേരളം അഡാപ്റ്റ് ചെയ്യും എന്നൊരു ചോദ്യമാണ് കുറെ കാലമായി എന്റെയൊക്കെ മനസ്സിലുള്ളത്. കേരളം എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നത്? വളരെ അപകടകരമാണ്. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ സ്ഥിതി വളരെ 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 മോശമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളൂ. ധാരാളം മഴ കിട്ടുന്ന പശ്ചിമഘട്ടത്തിൽ നിന്ന് ആ വെള്ളം പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകാൻ ഇടം കൊടുക്കണം. നമുക്കറിയാം 2018 ആദ്യത്തെ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ കേരള ഗവൺമെന്റും UN-ഉം ADB-യും ഒക്കെ ചേർന്ന് ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ PDNA എന്ന് പറയുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ കിട്ടും. വളരെ വിശദമായ റിപ്പോർട്ടാണ്. ആ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ്. ഞാൻ ഇതിനെ ആധികാരികമായി ബേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അത് വളരെ ശാസ്ത്രീയമായി നടത്തിയ ഒരു പഠനമാണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാനും, ഉണ്ടായാൽ തന്നെ അത് ഡിസാസ്റ്റർ ആവാതിരിക്കാനും, കാരണം ഇപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് നമുക്ക് മുഴുവൻ 100% നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ ആക്സിഡന്റ് ഉണ്ടായാൽ അതിന്റെ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ആഘാതം കുറയ്ക്കുക. ആഘാതം കുറയുന്നപ്പോഴാ, എനിക്ക് എന്റെ മേലെ ഒരു വണ്ടി മുട്ടിയാൽ ആഘാതം കുറയുന്നത് പല ഫാക്ടേഴ്സിനനുസരിച്ചാണ്. ഒന്ന്, എവിടെ വെച്ച് മുട്ടി, എത്ര ശക്തിയിൽ മുട്ടി, എനിക്ക് എത്ര ആരോഗ്യമുണ്ട്, ഇതൊക്കെ അതിൽ വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ അതിവർഷം ഉണ്ടായാൽ പോലും കേരളത്തിന് താങ്ങാൻ കഴിയുന്ന തരത്തിൽ കേരളത്തെ മാറ്റിയെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കടമ നമുക്കുണ്ട്. അത് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ടോ? മറ്റതവിടെ നിൽക്കട്ടെ. കാലാവസ്ഥാ മാറ്റവും ഒരുപക്ഷെ ഗ്രീറ്റ തുൻബർഗ് എന്ന് പറയുന്ന പെൺകുട്ടി ചോദിച്ചതുപോലെ നിങ്ങൾ ബ്ലാബ്ല അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞതുപോലെ, അതിനിപ്പുറത്ത് നമുക്ക് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ആ കണ്ടെത്തൽ, ശാസ്ത്രീയമായ കേരളത്തിന്റെ പഠനം കണ്ടെത്തിയ ഒരു കാര്യം, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അതിവേഗത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞത്. കാരണം നമ്മുടെ പടിഞ്ഞാട്ട് ഒഴുകുന്ന 44 നദികൾ, പോഷക നദികൾ, ഉപനദികൾ, തോടുകൾ, ഇത് ഒരു കാരണവശാലും തടയപ്പെടാൻ പാടില്ല. ഈ കിഴക്കോട് നിന്ന് പടിഞ്ഞാട്ട് ഒഴുകുന്ന വെള്ളം അത് വന്നാൽ കേരളത്തിൽ ഫ്ലഡ് വരും. അത് കേരളത്തിൽ അത് വലിയ തോതിൽ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം. അത് ഗാഡ്ഗിൽ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കും അറിയാം, പശ്ചിമഘട്ടം ദുർബലമായാൽ ഈ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലും മറ്റു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് കൂടുതൽ ദുരന്തമാവും. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവും ഈ നീരൊഴുക്ക് തടയാനുള്ള ഇടനാട്ടിൽ നാം നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള നമ്മുടെ രീതികളും, തീരപ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അപകടകരമാണ് തീരപ്രദേശം നമുക്കറിയാം. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഷത്തിൽ 300 ദിവസവും 350 ദിവസവും 300 ദിവസവും നിങ്ങൾ എല്ലാവരും ന്യൂസ് കാണുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്, നിങ്ങൾ പുറത്തിറങ്ങരുത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കടലിൽ പോകാതെ 150 ദിവസം ഇരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ 200 ദിവസം ഇരിക്കേണ്ടി വരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ സ്ഥിതിയൊന്നും നിങ്ങൾ ആലോചിച്ച് പോകും. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരുടെ ജീവിതം എന്താണ്? മാത്രമല്ല, അവരുടെ ആവാസ വ്യവസ്ഥയെ ആകെ തകർക്കുന്ന തരത്തിൽ കടൽ കടന്നു കയറുന്നു. ഇപ്പൊ ചെല്ലാനും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി, ഞാൻ പറഞ്ഞത് ഇടനാടും തീരപ്രദേശവും മലനാടും. മലനാട്ടിൽ ഇപ്പോ വേറൊരു പുതിയ പ്രതിഭാസം, പുതിയതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെ ഗൗരവമായ പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതിനൊരു പ്രധാന കാരണം പാരിസ്ഥിതികം തന്നെയാണ്. വനത്തിന്റെ നാശവും കാലാവസ്ഥയിലെ മാറ്റവും
ഈ വന്യമൃഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങളാണ്. മറ്റു പലതും ഉണ്ടെങ്കിൽ ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ വെള്ളം കിട്ടാതെ വരുന്നുണ്ടാവാം, ഭക്ഷണം കിട്ടാതെ വരുന്നുണ്ടാവാം, വനത്തിന്റെ ശോഷണം കൊണ്ടാവാം, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ട ഒരു സമഗ്രമായ ഒരു വീക്ഷണ പദ്ധതിയാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോ നമ്മള് വെള്ളം തടഞ്ഞു നിർത്താൻ ഡാം ഉണ്ടാക്കി. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ രൂപമാണ്. ഞാനൊരു എഞ്ചിനീയറാണ്. ഡാം ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഡാമിന് 3 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തി വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന, അത് വൈദ്യുതി ഉണ്ടാക്കാനാവാം, അല്ലെങ്കിൽ ജലസേചനത്തിനാവാം ഉണ്ടാകാം. രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഫ്ലഡ് തടയാനാണ്. മഴക്കാലത്ത് വെള്ളം താഴേക്ക് ഒന്നിച്ചു വന്ന് ഫ്ലഡ് തടയാനാണ്. ഇപ്പൊ നോക്കൂ, എന്താ നമ്മുടെ ഡാമുകളുടെ സ്ഥിതി എന്താ? നമ്മുടെ ഡാമുകൾ 2018 നമുക്കൊക്കെ അറിയാം, ഡാം നാട്ടിൽ വലിയ മഴയുള്ളപ്പോഴാണ് ഡാം തുറന്നു വിട്ടത്. ഡാം പിന്നെ അടയ്ക്കാൻ പറ്റില്ല. ഡാം തുറന്നു വിട്ട് എന്തിനാ? വൈദ്യുതി ഉത്പാദിപ്പിക്കാനല്ല. നമ്മുടെ പറയും ഡാം തുറന്നു വിട്ടാൽ കുഴപ്പമാണ്, അതുകൊണ്ട് ഡാം തുറക്കരുതെന്ന് പറയും. പക്ഷെ ഡാം തുറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഡാം സേഫ്റ്റി അതിലും വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വലിയ വൈരുദ്ധ്യത്തിന്റെ കുടുക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെ മഴ പെയ്യുമ്പോൾ ഡാമിൽ വെള്ളം നിറഞ്ഞാൽ വെള്ളം തുറന്നു വിട്ടേ പറ്റൂ. അതെങ്ങനെ വിടണം, അതിന്റെ കർവൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡാം എന്ന് നാം കണ്ടിരുന്ന ഒരു സൊല്യൂഷൻ പോലും, സാങ്കേതിക വിദ്യ പോലും ഇന്ന് പൂർണ്ണമായി നമ്മുടെ വെള്ളക്കെട്ട് തടയാനോ അല്ലെങ്കിൽ ഫ്ലഡ് തടയാനോ ഉപകാരപ്രദമാവുന്നില്ല എന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ട് കേവല സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ അതാണ് ഗാന്ധി പറഞ്ഞൊരു, ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മള് ഇപ്പൊ മാലിന്യങ്ങളെ കുറിച്ച് റെഡ്യൂസ്, റെഫ്യൂസ്, റീയൂസ് എന്നൊക്കെ പറയുമ്പോൾ നാലാമതൊരു കാര്യം കൂടി ഗാന്ധി പറഞ്ഞിരുന്നു. നാലാമതൊരു 6 കൂടി, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് നമ്മൾ പറയുന്ന നാലാമതൊന്നുണ്ട്. അത് റെഫ്യൂസ് എന്നുള്ളതാണ്. റെഫ്യൂസ് എന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ വികസനം എന്ന പേരിൽ, നമ്മളിപ്പോ എല്ലാവരും വികസനത്തിന്റെ ആളുകളാണ്, നാം വികസനം എന്ന പേരിൽ നാം നടത്തുന്ന ഇടപെടലുകൾ അടിസ്ഥാനപരമായി നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റം പരിഗണിച്ചുകൊണ്ടുള്ളതാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമായി വരികയാണ്. അപ്പൊ നമ്മളെല്ലാം റോഡ് വേണ്ടവരാണ്. ദേശീയപാത എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കൊക്കെ വേഗം പോകണം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ ഒരു 200 കൂടുതൽ കിലോമീറ്റർ, 250 കിലോമീറ്റർ സഞ്ചരിച്ച ഒരാളാണ്. പരിസ്ഥിതി ദിനത്തിൽ പോലും ട്രെയിനിലും ബസ്സിലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ അങ്ങനെ ഒരു പാത ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടുള്ള നീരൊഴുക്ക് തടയുമോ? ഇനി അധിക ജലം വന്നാൽ ശേഖരിച്ചു നിർത്താനുള്ള കേരളത്തിന്റെ സ്വാഭാവിക സംവിധാനമാണ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഇടനാടൻ കുന്നുകളും. അധികം മഴ പെയ്താൽ ഇത് താങ്ങി നിർത്തുന്നവരാണ്, ഇവരാണ് ഇത് എടുക്കുന്നത്. നമുക്കറിയാം, നെടുമ്പാശ്ശേരി വിമാനത്താവളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം മുങ്ങിപ്പോയി. അതിന് കാരണം എന്താ? നെടുമ്പാശ്ശേരി വിമാനത്താവളം പാടത്താണ് ഉണ്ടാക്കിയെന്നുള്ളത് മാത്രമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളം പെരിയാറിന്റെ അടുത്താണ്. 6 കിലോമീറ്റർ ഉള്ളൂ. പെരിയാറിൽ നിന്ന് വെള്ളം പൊങ്ങിയാൽ പോകേണ്ട തോടും ആ വെള്ളം പരക്കേണ്ട പാടവുമാണ് ഇല്ലാതായത്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? പെരിയാർ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ചെന്നു. കാരണം പെരിയാർ ഒഴുകിയപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലായി പെരിയാർ. കഴിഞ്ഞ തവണ 2018-ലും 19-ലും ഒക്കെ യഥാർത്ഥത്തിൽ പ്രളയമല്ല ഉണ്ടായത്, നദി നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ടാണ് റൂം ഫോർ റിവർ നമ്മൾ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂം റിവറിന് കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. റിവറിന് ഒഴുകാനുള്ള വഴി ഉണ്ടാവണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കുന്നിടിക്കേണ്ടി വരുന്നു, പാടം നികത്തേണ്ടി വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വെള്ളം എങ്ങോട്ട് പോകും എന്ന ചോദ്യം. ഇത് അതുപോലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ എൻ്റെ ഒരു പരിസ്ഥിതി ദിനത്തിലെ എൻ്റെ ഒരു നിർദ്ദേശം, കാലാവസ്ഥാ മാറ്റം എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ചിന്തയിലേക്ക് നമുക്ക് എത്തിക്കും. കാലാവസ്ഥാ മാറ്റം മരം നടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ മരം നട്ടത് കൊണ്ട് കേരളം അഡാപ്റ്റബിൾ ആവില്ല. കേരളം അഡാപ്റ്റബിൾ ആവണമെങ്കിൽ, കാരണം മരം നട്ടത് കൊണ്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. അതുകൊണ്ട് ആഗോള താപനത്തിൽ കേരളം മുഴുവൻ മരം നട്ടാലും ആഗോള താപനത്തിന്റെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വളരെ മൈന്യൂട്ട് പെർസെന്റേജ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം കേരളം അല്ല കൂടുതൽ, ഇന്ത്യ അല്ല കൂടുതൽ വാതകങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഗതാഗത സംവിധാനം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയും മാസ് ട്രാൻസ്പോർട്ട് ശക്തിപ്പെടുത്തുകയും ചെറിയ വാഹനങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക എന്നത് ലോകത്തുനിന്ന് ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ ഉപയോഗിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ റോഡുകൾ എത്ര വരെ നമുക്ക് റോഡ് വലുതാക്കാൻ പറ്റും.
എത്ര വരെ പോകാൻ പറ്റും? നമ്മുടെ റോഡുകൾക്ക് ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ ദേശീയപാതയെ കുറിച്ച് വലിയ വാചകത്തിൽ പറഞ്ഞു. ദേശീയപാതയിൽ ഈ വലിയ ദേശീയപാത ഉണ്ടാക്കുമ്പോഴും കേരളത്തിൽ 70% വാഹനങ്ങൾക്ക് വലിയ പോകാൻ പറ്റില്ല. കാരണം കേരളത്തിൽ 70% വാഹനങ്ങളിൽ 2 വീലറും 3 വീലറും അതുപോലെയുള്ള വാഹനങ്ങളും പിന്നെ പ്രാദേശിക വാഹനങ്ങളും ലോക്കൽ ബസ്സുകൾ, ലോക്കൽ ബസ്സല്ല, ഈവൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഇതിനൊന്നും ഇതിന്റെ മീതെ പോകാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തി പോകണം. അപ്പൊ ഇത് ഈ ഹൈവേ അവർക്ക് ഉപയോഗമില്ല. എന്ന് പറഞ്ഞാൽ 30% വാഹനങ്ങൾക്ക് പോകാനാണ് ഈ ഹൈവേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഹൈവേ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബാക്കി 70% വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം കൂടി വേണ്ടേ? നമ്മുടെ സൈക്കിൾ യാത്രക്കാരന്, കാൽനട യാത്രക്കാരന്, മറ്റേ ഓട്ടോറിക്ഷ യാത്രക്കാരന് പോകാൻ സൗകര്യം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഈ ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് വാഹനങ്ങളുടെ എണ്ണം കുറച്ചാൽ, ഇപ്പൊ പല നഗരങ്ങളും ഇങ്ങനെയാണ്. ലണ്ടനിൽ പോലും കാർ ഓടിക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ട്. ആ ദിവസം കാറ് നഗരത്തിൽ ഇറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില സ്ട്രീറ്റുകളുണ്ട്. എന്താ കാര്യം? കാറ് വേണ്ട, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കോളൂ. അന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ആവട്ടെ. നമ്മളിവിടെ അതിന് പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചമാണോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം വരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തുക, ജലഗതാഗതം മെച്ചപ്പെടുത്തുക, വലിയ തോതിൽ ഇപ്പൊ നമ്മുടെ വലിയ ടാങ്കറുകൾ റോഡിൽ കൂടി പോകുന്നുണ്ട്. കേരളത്തിന് ഒരു വലിയ കഴിവുണ്ട്. എന്താ? കേരളത്തിന് ജലഗതാഗതം മൊത്തം മെച്ചപ്പെടുത്തിയാൽ ഇപ്പോൾ റോഡിൽ കൂടി പോകുന്ന ടാങ്കറുകളിൽ ഒരു 60% നമുക്ക് ജലഗതാഗതം വഴി കേരളത്തിന്റെ ഏത് സ്ഥലത്ത് വേണ്ടി എത്തിക്കാം. അപ്പൊ ഏത് സ്ഥലത്തും എത്തിക്കാനുള്ള തുറമുഖം നമുക്കുണ്ട്. ബേപ്പൂരുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂര് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാസർഗോഡ് ബേക്കൽ വരെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏതറ്റം മുതൽ ഏതറ്റം വരെയും നമുക്ക് ജലഗതാഗതത്തിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാം. അതിനിപ്പോ അത് ഒരു അരമണിക്കൂർ വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ആലോചിച്ചുകൂടാ? ജലപാത വരുന്നുണ്ട്, പക്ഷെ അതിൽ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ വന്നാൽ ഇപ്പോ ഞാൻ പറഞ്ഞ ഇതൊരു കേവലം കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടായ ഒരു പ്രതിസന്ധി മാത്രമല്ല. നമ്മുടെ ജീവിത ശൈലി അടക്കം ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ യാത്ര, നമ്മുടെ വസ്ത്രം, നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ ഗൃഹനിർമ്മാണം. ഞാൻ വിശദമായി പറയാനില്ലാത്തതുകൊണ്ടാണ്. നമുക്കത് വേറെ ഘട്ടത്തിൽ നമുക്കത് പറയാൻ പറ്റും. ഇതിൽ ഓരോന്നും എടുത്താൽ എങ്ങനെയാണ് കാലാവസ്ഥ മാറ്റമുള്ള ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ അഡാപ്റ്റ് ചെയ്യേണ്ടത്? കാരണം ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഇപ്പൊ മാലിന്യം കേരളത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, പരിസ്ഥിതി പ്രശ്നമാണ്. ഇതൊക്കെയാണ് ഇതെല്ലാം ബന്ധപ്പെട്ടത്. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഇത് തന്നെയാണ് സ്ഥിതി. നമ്മുടെ കാലാവസ്ഥ മാറ്റം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞങ്ങളൊക്കെ, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളല്ല, നിങ്ങളതൊക്കെ പഠിച്ച ആളുകളാണ്. എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അത് മാറ്റുന്നത്. നമുക്ക് നല്ല വെള്ളം കിട്ടാതാവുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ സമഗ്രമായി ശാസ്ത്രീയമായി പഠിക്കാതെ ഇതൊരു പരിസ്ഥിതി പ്രവർത്തകൻ പഠിക്കേണ്ട കാര്യമല്ല. ഇതൊരു പരിസ്ഥിതി പ്രവർത്തകൻ മാത്രം പഠിച്ച് ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമല്ല. ഞാനിത് പറയാൻ കാരണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു 25 കൊല്ലം മുമ്പ് കേരളത്തിൽ ഞാനൊരു ലേഖനം എഴുതിയപ്പോൾ അതിന്റെ ഹെഡിങ് ഇതായിരുന്നു: പെരുമഴയത്ത് മഴ കുട പിടിച്ചു പോയി കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന ഒരു മലയാളിയെ ഞാൻ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ഇന്ന് വളരെ യാഥാർത്ഥ്യമാണ്. പെരുമഴയത്ത് ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ ഓപ്പറേഷന് കുറച്ച് പോകാൻ ചാൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ കണ്ടെന്ന് അറിയോ, വീട് 1ാം നില മുങ്ങി, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ മുങ്ങി 1ാം നിലയുടെ മുകളിൽ പാരപ്പെറ്റിൽ നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്നു വെള്ളം ഉണ്ടോന്ന്. ചെല്ലുമ്പോൾ ബോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നു വെള്ളം ഉണ്ടോന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങളാ വെച്ച ഏതെങ്കിലും ഒരു കലം അവിടെ പുറത്ത് വെച്ചിരിക്കുന്നു, നല്ല വെള്ളം കിട്ടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും വെള്ളം കുപ്പിവെള്ളമാണ്. നമുക്കിപ്പോഴും നല്ല വെള്ളം കുപ്പിവെള്ളമാണ്, കിണർ വെള്ളമല്ല. ഞാൻ പറഞ്ഞത് അത് കിണർ വെള്ളം മോശമായതുകൊണ്ടാവാം, ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാവാം. പക്ഷേ നമ്മുടെ ശീലങ്ങൾ, ആ കുപ്പിവെള്ളം പുറത്തുവിടുന്ന കുപ്പികൾ നമ്മുടെ മാലിന്യ പ്രശ്നം എത്രത്തോളം ഗുരുതരമാക്കുന്നു. ഇത് പരസ്പര ബന്ധിതമാണ്. ചുരുക്കത്തിൽ നമ്മുടെ പരസ്പര ബന്ധിതമായ ജീവിതത്തിൽ എവിടെയൊക്കെ നമുക്ക് ഈ അഡാപ്റ്റേഷൻ സാധ്യമാണ് എന്ന് സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു രോഗാതുരത ഒരു സമൂഹത്തിന് വന്നാൽ നിങ്ങൾ ഡോക്ടർമാരെന്താ ചെയ്യുക? സമഗ്രമായ ശരീരത്തെ കാണും. കാരണം അല്ലാണ്ട് തലയ്ക്ക് വേദന ഉണ്ടെങ്കിൽ തലയ്ക്ക് ഒരു മരുന്ന് കൊടുത്തിട്ട് കാലം എന്തെങ്കിലും പൊക്കോട്ടെ എന്ന് പറയില്ലല്ലോ. ഈ ശരീരത്തെ മുഴുവനായി കാണണം, ഈ ഭൂമിയെ, ഈ നാടിനെ മുഴുവനായി കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥ, നമുക്ക് ജീവിതം, നമ്മുടെ വരും തലമുറയ്ക്ക് ജീവിതം കുഴപ്പമില്ലാത്ത തരത്തിൽ നമ്മുടെ പുഴകളെ, കുന്നുകളെ, നെൽപ്പാടങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലിയ ദുരന്തത്തിലാണ് പോകുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നന്ദി. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക്
വളരെ ഗൗരവതരമായ ഒരു വിഷയം ഈ പരിസ്ഥിതി ദിനത്തിൽ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ജയ് ശുഭരാത്രി. നന്ദി CR നീലകണ്ഠൻ സാറെ, വളരെ നല്ല ഒരു പ്രഭാഷണം നടത്തി. നമ്മളുടെ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് വളരെയധികം ആകുലതകൾ പങ്കിട്ടു. അതുപോലെ തന്നെ വെള്ളം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് സാറ് നമ്മളോട് പറഞ്ഞു. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തുന്നതും ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു. മാത്രമല്ല, പെരുമഴയത്ത് കുട പിടിച്ച് കുപ്പിയിൽ വെള്ളം കുടിക്കുന്ന ഭാവിയെ 25 കൊല്ലം മുമ്പ് കണ്ട നീലകണ്ഠൻ സാറിന് എത്ര അഭിനന്ദിച്ചാലും പറ്റുകയില്ല. അത് ഇന്ന് ജീവിതത്തിൽ കാണാൻ തന്നെ നമുക്ക് സാധിച്ചു. ഇത്ര നല്ല ഒരു പ്രഭാഷണം നടത്തിയ നീലകണ്ഠൻ സാറിന് നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഇന്നത്തെ ഈ ദിവസത്തോടനുബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഹാൻഡ് റൈസ് ചെയ്യണം. സലിംകുമാർ ഡോക്ടറെ. പരിസ്ഥിതി എന്ന് പറയുന്നത് പരിസ്ഥിതി ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് ഷൈ ഡോക്ടർ പറഞ്ഞ പോലെയാണ്. നമുക്ക് ഈ പരിസ്ഥിതി എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം. അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ പരിസ്ഥിതി തുടങ്ങേണ്ടിയിരിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കുറക്കാം. നമ്മൾ പലപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതുണ്ട്, എൻവിറോൺമെന്റ് ഇൻഡെക്സ്. ഞാൻ ഈ എൻവിറോൺമെന്റ് ഇൻഡെക്സ് എന്നുള്ള ഒരു സാധനം വായിച്ചതിന് ശേഷമാണ് പരിസ്ഥിതി ബോധം എന്നിലുണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദിവാസികളെ പോലെ മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകത്ത് വേറെ ആരുമില്ല. കാര്യം നമ്മൾ എൻവിറോൺമെന്റ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്നു, അത് എൻവിറോൺമെന്റ് ഇൻഡെക്സ് എത്രത്തോളം അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണത്, നമ്മൾ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. ആ ബിസ്ക്കറ്റ് കടയിലെത്താനായിട്ട് എവിടെയോ ഇരിക്കുന്ന ഒരു ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടറിയിൽ കുറെ വൈദ്യുതി അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് യന്ത്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഡീസലോ ഇതൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അത് പാക്ക് ചെയ്യാനായിട്ട് കുറെ പേപ്പർ, പ്ലാസ്റ്റിക്കോ ഒക്കെയുള്ള ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കുറെ പേരുടെ ജോലി അതിന്റെ പിന്നുണ്ട്. അതൊരു വാഹനത്തിൽ കയറ്റാൻ ആ വാഹനത്തിന്റെ കമ്പനി വാഹനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാഹനത്തിന് വേണ്ടി ഇന്ധനം ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാഹനം ഇവിടുത്തെ വഴികളിലൂടെ ഓടി കുറെ അധികം പുക പുറത്തേക്ക് സൃഷ്ടിച്ചിട്ടാണ് നമ്മുടെ കടകളിലെത്തിയത്. ആ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മള് വെറും ഒരു ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ആ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ വാങ്ങിക്കാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പേരത് ഉപയോഗിക്കുന്നത്, ഈ കമ്പനി ഉണ്ടാക്കിയത്. ആ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് കൊണ്ട് മാത്രം പ്രകൃതിക്ക് എന്തോരം ഉണ്ടായ ദോഷം നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതുപോലൊരു അവസ്ഥ ഒരു നമ്മളെ വിചാരിക്കുന്ന അറിവില്ലെന്നോ വിചാരിക്കുന്ന ഒരു ആദിവാസി സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോന്നിലും നമുക്ക് എണ്ണി പറയാനുണ്ട്. അപ്പൊ എത്രത്തോളം എൻവയോൺമെന്റ് ഇൻഡെക്സ് കുറയ്ക്കാൻ പറ്റുന്നോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുപ്പി, ആ കുപ്പിയിൽ ഒരു ലേബൽ ഉണ്ടെങ്കിൽ ആ ലേബൽ ഒട്ടിക്കാനുണ്ടാക്കുന്ന പത്രം, ആ പേപ്പർ കഷ്ണം എവിടെ നിന്ന് ഉണ്ടായി വരുന്നതാണ്? അത് മലയിൽ നിന്ന് വനത്തിൽ നിന്ന് വെട്ടി പേപ്പറായി വന്നിട്ട് പേപ്പർ ഫാക്ടറി വഴി കടന്നു തിരിഞ്ഞിട്ട് നമ്മൾ വിലരുത്. ഒരു പേന, ഇങ്ങനെ ഓരോന്നിലും നമുക്കിത് പറയാനുണ്ട്. അപ്പൊ എത്രത്തോളം പ്രകൃതിയെ ദ്രോഹിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമോ അതാണ് പ്രകൃതിയോട് ചെയ്യേണ്ടതെന്ന് ആണ് പ്രകൃതി ഈ പരിസ്ഥിതി പ്രവർത്തനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഉദ്ബോധിപ്പിക്കാനുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയ രണ്ട് ഇതിന്റെ ഇന്നത്തെ പ്രഭാഷണം നടത്തിയവർ ഇതിന് എന്തുകൊണ്ട് യോജിക്കുന്നവരാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, നന്ദി സലിംകുമാർ ഡോക്ടർ. ഇനി ആർക്കെങ്കിലും ഈ ദിനത്തോടനുബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. പറയാം ഡോക്ടർ. നന്ദി പറയാം ഡോക്ടറെ. എന്തായാലും ഇതിന് ആദ്യം നന്ദിയോടെ സലിംകുമാർ ഡോക്ടറാണ്. ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ സലിംകുമാർ ഡോക്ടർ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച രണ്ടുപേരെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് തന്നെ നല്ലൊരു കാര്യം പറയണം. പിന്നെ അതുപോലെ തന്നെ നീലകണ്ഠ സാർ ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ കാര്യം ഒന്ന് വളരെ പറഞ്ഞാൽ 1800 ഏക്കർ പാടമെടുത്താണ്
ഈ എയർപോർട്ട് ഉണ്ടാക്കിയതും ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിലും, പക്ഷേ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ പുഴ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്, അത് സംഭവിച്ചു. പിന്നെ സലികുമാർ ഡോക്ടർ പറഞ്ഞ പോലെ ഈ പേപ്പറിന്റെ അപ്പൊ ഇതിനിടയ്ക്ക് ഒരു മിതത്വമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞത് അത് തന്നെ, അഹിംസ എന്നുള്ളത് ഓരോരുത്തരുടെ ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ള അർത്ഥം കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മിതമായ രീതിയിൽ അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കുന്നല്ലോ, ഫോസിൽ ഫ്രീ ആയിട്ടുള്ള ഫ്യൂവൽ ഉണ്ടല്ലോ, ഹൈഡ്രജൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സോളാർ എനർജി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഓരോ വ്യക്തികളും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അത് നീലകണ്ഠ സാറിനെ പോലെ, MP മത്തായി സാറിനെയൊക്കെ പോലുള്ള പ്രഗത്ഭന്മാരുടെ ഉദ്ബോധനങ്ങളായിരിക്കും തീർച്ചയായിട്ടും ബാക്കി ഏറ്റവും വലിയ മാമാങ്കങ്ങളെക്കാളും നമുക്ക് പ്രയോജനപ്പെടും തോന്നുന്നു. എന്തായാലും വളരെ നന്ദി, പ്രത്യേകിച്ച് അതിഥികൾക്ക്. ഓക്കെ, താങ്ക് യു. മറിയമ്മ ഡോക്ടറെ, നമ്മളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ദ്രൻ സാർ ഉണ്ടല്ലോ, സാറിന് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. സാറിനെ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ദേവൻ ഡോക്ടർ സംസാരിക്കാൻ വേണ്ടിയാണ്. ദേവൻ ഡോക്ടറെ വിളിക്കാം. ഇന്ത്യൻ ഡോക്ടർ സംസാരിക്കട്ടെ, ഇന്ത്യൻ സാർ സംസാരിക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തു. ആരാണ്? ഇന്ത്യൻ സാർ കഴിഞ്ഞിട്ട് സാറിന് ഒരു 5 മിനിറ്റ് സാറിന് സമയം കൊടുക്കാം. നമസ്തേ. എനിക്ക് 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ പ്രധാനമായ ഒരു വിഷയമാണല്ലോ ഇത്. മാത്രമല്ല, ഇന്ന് പരിസ്ഥിതി ദിനാഘോഷം എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നമ്മളിവിടെ നടക്കുമ്പോൾ ടെലിവിഷനിൽ കയറി നടക്കുകയാണ്. നമ്മൾ ആരെ പൂജിച്ചിട്ട് ആണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കേണ്ടത് എന്നത് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുക. അതിരിക്കട്ടെ, ഇവിടെ നീലകണ്ഠൻ സാർ പറഞ്ഞൊരു വിഷയത്തെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, നമ്മുടെ ഈ കൂരിയാട് റോഡ് ഇപ്പൊ തുറന്നു കൊടുത്തല്ലോ, അതിന് ഈ പരിസ്ഥിതി വിഷയവുമായി ഒരു വലിയ ബന്ധമുള്ള ഒന്നാണ്. നമ്മുടെ ദൈനംദിനം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചർച്ചയിലേക്ക് അത് വഴിവരുതേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൂരിയാട് പാത മലപ്പുറത്ത് തുറന്നു കൊടുക്കുന്നതിന്, അതായത് വിള്ളലുണ്ടായ പാത തുറന്നു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് ഒരു ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്നു, റോഡുകളിൽ. അത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. ഈ റോഡുകളിൽ ഓട്ടോറിക്ഷയും 2 വീലറുകളും പ്രവേശിക്കുവാൻ പാടില്ല എന്ന ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പത്രങ്ങളിൽ വാർത്തയും വന്നു, എല്ലാ പത്രങ്ങളിലും റിലീസ് കൊടുത്തു, എങ്ങനെ ഈ റോഡുകളിൽ ഈ വാഹനങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച്. ഈ ഇത്തരം പാതകൾ വരുന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പല സംഘടനകളും, നമ്മുടെ ഇടയിലുള്ള പല സാമൂഹിക സംഘടനകളും, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം, യുവകലാ സാഹിത്യ അടക്കം പല സംഘടനകളും ഈ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു റോഡ് വരുന്നതിനെതിരായി വലിയ സമരം ഈ കേരളത്തിൽ ആരംഭിച്ചതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സ്പ്രസ് ഹൈവേയെ ക്രോസ് ചെയ്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ 44 നദികൾ കേരളത്തിൽ ഒഴുകിപ്പോകുന്നത്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകുന്നത് ഈ വഴികളെ ക്രോസ് ചെയ്തുകൊണ്ടാണ്. അപ്പോ അതുണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം അതല്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ എക്സ്പ്രസ് ഹൈവേ വരുന്നതിന് ശക്തിയുക്ത എതിർത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നിയമസഭയിൽ ഈ വിഷയം വരുന്നത്. ആ നിയമസഭയിൽ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള റോഡ് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധം വേണമെന്ന് പറയാൻ കാരണം 2018 വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ നേരത്തെ നീലകണ്ഠൻ സാർ പറഞ്ഞതുപോലെ ഈ പുഴയെല്ലാം ഒഴുകി നമ്മുടെ വീടുകളിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ ഒഴുകി വരുന്നതിന്റെ കാരണം അവയുടെ ഒഴുക്ക് നാം തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. വെള്ളം എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുള്ളൂ. ഏത് ബോർഡ് വെച്ചാലും എത്ര സമരം ചെയ്താലും വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകുന്ന ഒരു സംവിധാനം പ്രപഞ്ചത്തിലൊരിടത്ത് നിലവിലില്ലാത്തതുകൊണ്ട്, അതായത് നമ്മളൊരു പദ്ധതി രൂപപ്പെടുത്തുമ്പോൾ ആ പദ്ധതി രൂപപ്പെടുത്താൻ ആവശ്യമായി എവിടെയാണ് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരം നഗരത്തില്, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തില് ഒരു ചെറിയ മഴ വന്നാൽ ഈ തലസ്ഥാന നഗരം, തമ്പാനൂർ എന്ന് പറയുന്ന തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അനുഭവിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. തിരുവനന്തപുരത്ത് വന്നു പോകാത്ത ആളുണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടായത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ ഈ തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള പുറംപോക്കുകൾ, തോടുകൾ കയ്യേറി
കോർപ്പറേറ്റുകളടക്കമുള്ള ആളുകൾ അതിനു മുകളിൽ കെട്ടിപ്പടുത്തിരുന്ന മുഴുവൻ കെട്ടിടങ്ങളുടെയും മുന്നിലൂടെ ഉണ്ടായിരുന്ന പുറമ്പോക്ക് ഭൂമി എന്ന് പറയാൻ സർക്കാർ ഭൂമി, ആ സർക്കാർ ഭൂമിയുടെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഈ തോടുകളെ മുഴുവൻ വലിച്ചു തോണ്ടിയിട്ടു. എനിക്കൊന്ന് ബിജു പ്രഭാകർ അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരം കളക്ടർ ആയിരുന്നപ്പോഴാണ്. അതുകൊണ്ട് മാത്രമാണ് ആ വെള്ളം ഒഴുകിപ്പോകുന്നതിനും അപ്പോഴാണ് ഈ കേരളം അറിയുന്നത് ഈ പറയുന്ന ആളുകൾ കയ്യേറി വെച്ചിരുന്നത് മുഴുവൻ സർക്കാരിന്റെ തോടുകളുടെ മുകളിലാണ് ഈ നിർമ്മിതികൾ. അവർ പലതരത്തിലുള്ള സ്വാധീനങ്ങളുള്ളവരാണ്. അപ്പോൾ ഈ സ്വാധീനങ്ങൾ പരിസ്ഥിതിയുടെ ഘടനയെ, കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ചെറിയ വിഷയമായി കണ്ടത്. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് ഭരണകൂടങ്ങൾ, മാറിയും മറിഞ്ഞും വരുന്ന ഭരണകൂടങ്ങൾ കൈക്കൊള്ളുന്ന നിലപാടുകൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കളക്ടർ വേണ്ടി വന്നു. ഞാൻ പറയുന്നത് കേരളത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥയ്ക്ക് ആവശ്യമായ നിലയിൽ റോഡ് നിർമ്മാണമായാലും ആ റോഡൊക്കെ അങ്ങനെ മണ്ണ് കോമ്പാക്ട് ചെയ്തിരിക്കുന്ന രീതി തന്നെ എത്ര മോശമായ രീതിയിലാണ്. നമ്മൾ ഒരു വീടിന് ഫൗണ്ടേഷൻ വെക്കുമ്പോൾ സാധാരണ മനുഷ്യൻ ഈ എന്താ പറയുക, നമ്മൾ 400 സ്ക്വയർ ഫീറ്റില് സർക്കാരിന്റെ ഒരു വീട് വെക്കുന്ന ഒരാൾ പോലും കിണർ വെട്ടി ഉണ്ടാക്കുന്ന ചരലില്ലാത്ത വെറും പുട്ടുമണ്ണ് എന്ന് നമ്മൾ പറയുന്ന സാധനം ഇട്ട് ഫൗണ്ടേഷൻ പോലും നിറക്കില്ലെന്നേ. അപ്പൊ അത്രയും മാത്രം കോമ്പാക്ട് ഇല്ലാത്ത മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് റോഡ് നിർമ്മാണത്തിൽ ഇത്ര തെറ്റായ രീതികൾ സ്വീകരിക്കുന്ന ഒരു രീതി കൊണ്ട് കോടിക്കണക്കായ മനുഷ്യന്റെ, ഇവിടെ പറയുന്ന ഈ കോർപ്പറേറ്റുകൾ റോഡ് നിർമ്മിക്കുന്നുവെങ്കിലും ഈ GST കൊടുക്കുന്നത് മുഴുവൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ്. അതാണ് പണം സർക്കാരിന്റെ, സംസ്ഥാനത്തിന്റെ ആയാലും കേന്ദ്രത്തിന്റെ ആയാലും. അതായത് അശാസ്ത്രീയമായ, അവസാനിപ്പിക്കുക, അശാസ്ത്രീയമായ നിർമ്മാണ സംവിധാനങ്ങൾ, അത് റോഡായാലും, റോഡ് പ്രത്യേകിച്ചും റോഡായാലും നിർമ്മിതികളായാലും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ അത് രൂപകൽപ്പന ചെയ്യുന്നതിൽ പാരിസ്ഥിതിക സംഘടനകളുടെയും കൂടി, നീലകണ്ഠൻ സാറിന്റെ പല സമരങ്ങളോട് എനിക്ക് യോജിപ്പുള്ള ആളല്ലേ ഞാൻ. പലപ്പോഴും പരിസ്ഥിതി സംഘടനകൾ ചെയ്യുന്നത് അനാവശ്യ സമരമാണ് എന്നുള്ള യുക്തിക്ക് കൂടി നിരക്കുന്നതായിരിക്കണം. പക്ഷേ എങ്കിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നിർമ്മാണം നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ഈ കുരിയാട റോഡ് പ്രശ്നം കൂടി നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡുകൾ എന്നുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക. ഓക്കെ സാറ് പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. ഓരോ പ്രോജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് എങ്ങനെ പരിസ്ഥിതിയെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ പ്രോജക്റ്റുകൾ രൂപകൽപ്പന ചെയ്യുകയും അതിനനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ദേവൻ ഡോക്ടർ എല്ലാ രംഗത്തും മികവ് തെളിയിക്കുന്ന ആളാണ്. അപ്പോൾ പാരിസ്ഥിതിയെ ഇന്നത്തെ ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ദേവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഡോക്ടർ കോഹോസ്റ്റ് ആണല്ലോ, ഡോക്ടറെ അൺമ്യൂട്ട് സംസാരിക്കും. ദേവൻ ഡോക്ടറെ സംസാരിച്ചു. നമസ്കാരം, നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. ഞാനേ ഔട്ടായിപ്പോയിരുന്നു, നെറ്റ് സ്റ്റേബിൾ അല്ല, അതുകൊണ്ടുള്ള ഒരു പ്രശ്നം. ഇപ്പൊ കോഹോസ്റ്റ് ആയിരുന്നു, ഞാൻ മാറിപ്പോയിട്ടുണ്ട്, അതാണ് വീണ്ടും. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. പരിസ്ഥിതിയും ഹോമിയോപ്പതിയും എന്ന ഒരു വിഷയത്തിൽ ഞാൻ ഈ IFPH ക്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ലോകത്ത് ആദ്യമായിട്ട് പരിസ്ഥിതിയെ പറ്റി ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത് എന്നുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. ശരിക്കും ഏറ്റവും പരിസ്ഥിതിയുമായിട്ട് ഏറ്റവും യോജിച്ചു പോകുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതിയുടെ. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞ 2 അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ അദ്ദേഹം ഉദ്ഘാടകൻ പറഞ്ഞതിനോട് എനിക്ക് സൂപ്പർ ഇന്റലിജൻസ് വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തും എന്നുള്ളതിനെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല. എന്തായാലും നീലകണ്ഠൻ സാറ് പറഞ്ഞ ഒരു കാര്യം അഡാപ്റ്റേഷൻ, അത് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹോമിയോപ്പതിക്ക് ഈ അഡാപ്റ്റബിലിറ്റി ഒരു സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾക്കിത് വന്നുപോയി, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾക്കിത് വന്നുപോയി. അപ്പം റോഡ് മൊത്തം ഉള്ളതാണ്. അപ്പൊ പിന്നെ തിരുപ്പെങ്കിലും ആ ചെരുപ്പുകൾ ഹോമിയോപ്പതിക്കകത്തുണ്ട്. അതിപ്പോ പിന്നെ മൾട്ടിപ്പിൾ അലർജി ആണെങ്കിൽ നമുക്ക് മെഡിസിൻ ഉണ്ട്, അത് തന്നെ കോൾ ഗ്യാസിനുണ്ട്, പെട്രോകെമിക്കൽ ഫോംസിനുണ്ട്, സ്മോക്കിനുണ്ട്, പോളനുണ്ട്, അതുപോലെ അലൂമിനിയത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പോളിയെത്തിലീൻ എന്നുള്ള മെഡിസിൻ നമുക്കുണ്ട്. അതിപ്പോൾ ഇവിടെ കിട്ടാനില്ല, എങ്കിലും അതിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ തിരഞ്ഞെടുത്തെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത്തരം ഈ പോളിമറിനൊക്കെ എതിരായിട്ടല്ല, അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറച്ചെങ്കിലും പരിഹരിക്കാവുന്ന, ഈ എല്ലാം ഹോമിയോപ്പതി കൊണ്ട് പരിഹരിക്കുമെന്ന അർത്ഥത്തിലല്ല, വന്നു പോയാൽ നമുക്കതിനെ പരിഹരിക്കണ്ടേ. അതുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യത മുന്നോട്ട് വെക്കുന്നതാണ് ഹോമിയോപ്പതിയുടെ ഒരു രീതി. പിന്നെ ഈ ഇതിനകത്തുള്ള മറ്റൊരു പ്രശ്നം കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. ഇന്നൊരു ചർച്ചയിൽ ഞാൻ കേട്ടപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ പ്രതിനിധി വന്നിട്ട് പറഞ്ഞത്,
ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യം പറഞ്ഞത് ഈ കണ്ടെയ്നറിനകത്ത് മുഴുവൻ കെമിക്കൽ, അപകടകരമായ കെമിക്കലാണെന്നാണ്. അതിപ്പോ പറയുന്നു ഏതാണ്ട് 68-നകത്ത് തടിയാണ്, പിന്നെ കശുവണ്ടി ഉണ്ട്, തേങ്ങയുണ്ട്, പഞ്ഞിയുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾ ഈ ഇത് മത്സ്യം കഴിക്കാനായിട്ട് വിസമ്മതിക്കുന്ന ഒരു അതിനോട് മത്സ്യം കഴിക്കാൻ മടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അവരുടെ ആ മേഖലയിലുള്ളവരുടെ തൊഴിലിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് നിരുത്തരവാദപരമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മെഷീനറികളൊക്കെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും അതിന് എല്ലാം ഹോമിയോപ്പതി പരിഹാരമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും അതിന്റെ ഒരു സാധ്യത ഹോമിയോപ്പതി മുന്നോട്ട് വെക്കുന്നു. ഇത്തരം കെമിക്കലുകൾക്കെതിരെ ഒക്കെയുള്ള സാധ്യതകൾ ഹോമിയോപ്പതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സാധ്യതകൾ കൂടി നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അതും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്തോഷം ദേവൻ ഡോക്ടറെ. എന്തായാലും അടുത്ത ഒരു പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്ന് ആശിച്ചുകൊണ്ട് അടുത്ത നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും. ഞാൻ 2 വരികൾ പറഞ്ഞേക്കാം. സാഹിത്യത്തില് നമ്മുടെ ONV-യുടെ 2 കവിതകളിൽ പരിസ്ഥിതിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. ഭൂമിക്കൊരു ചരമയുഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്: കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു, ആടിമുകിൽ മാല കുടി നീരു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. അതുപോലെ കൃഷ്ണപക്ഷത്തിലെ പാട്ടിൽ പറയുന്നുണ്ട്: കരിയുന്ന കാടുകൾ വിളിക്കുന്നു, കാട്ടുതീ എരിയുന്ന കൊമ്പിലെ ചിറകുകൾ കത്തുന്ന പറവകൾ വിളിക്കുന്നു, മലിനയാം യമുനയുടെ വിറയാർന്ന കൈമാടി മാടി വിളിക്കുന്നു. അപ്പൊ ഇതുപോലെ ചില വരികൾ ഓർത്തു പോയതാണ്. ഓക്കെ, സലീംകുമാർ ഡോക്ടറെ, നമ്മുടെ IFPHന്റെ എല്ലാമായ സേട്ടു സാറുണ്ട്. സാറിനെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സാറിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറെ 2 വാക്ക് സാറ് സംസാരിക്കാമോ? അദ്ദേഹത്തിന്റെ പരിഭാഷ വളരെയധികം എനിക്ക് ഞാൻ നേരത്തെ കുറേ നാൾ കേരളത്തിലായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടി എനിക്ക് പരിസ്ഥിതിയെ പറ്റി പറഞ്ഞു പോകും. സലീം കുമാർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എല്ലാത്തിലും ഹോമിയോപ്പതിയുടെ ചരിത്രം ഉണ്ടായിരുന്നു, ഒരു ചൊവ്വയുണ്ടായിരുന്നു ആ പരിസ്ഥിതി പറഞ്ഞപ്പോഴെല്ലാം. ഹോമിയോപ്പതിയും ഉൾക്കൊള്ളുന്ന ആ രീതി തന്നെയാണ്, ആര് തർക്കവും വേണ്ട അതിനകത്ത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നീലകണ്ഠൻ സാറ് അത് നമ്മൾ നീലകണ്ഠൻ സാറിന് മൂലം ഞാൻ കേട്ടുള്ളൂ. കാരണം ഞാൻ ഒരു അപകടം പറ്റി കിടക്കുകയാണ്. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിന് ഔപചാരിക നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീമതി ജിതി മനോജിനെ ക്ഷണിക്കും. ഓക്കെ സാറേ. അപ്പം ആദ്യം തന്നെ ഇസ്മായിൽ സേട്ട് സാറ് വേഗം സുഖപ്രദമായിട്ട് വരട്ടെ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നിപ്പം എനിക്ക് നന്ദി പ്രകാശനാണ്. നന്ദി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നല്ല രീതിയിലായിരുന്നു ഇന്നത്തെ പ്രഭാഷണം. ലോക പരിസ്ഥിതി ദിനം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. വളരെ നന്നായിരുന്നു. അതിന് ആദ്യം തന്നെ നമ്മുടെ മത്തായി സാറിന് പ്രത്യേകം ഹൃദയത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ IFPHന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മുഖ്യ പ്രഭാഷണമായിട്ട് എത്തിയിരുന്ന നീലകണ്ഠൻ സാറിനും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ സേട്ട് സാറ്, ദേവൻ സാർ, ഡോക്ടർ സലീം കുമാർ ഡോക്ടറാണ് നമുക്ക് ഇന്ന് ഈ അതിഥികളെ എല്ലാം കൊണ്ടുതന്നത്. അത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വെൽക്കം സ്പീച്ച് പറഞ്ഞ ഷാലു രാജൻ, ഇന്ന് പ്രോഗ്രാം മോഡറേറ്റ് ചെയ്ത് ശൈല മാഡം, എല്ലാവർക്കും, എല്ലാ ഡോക്ടേഴ്സിനും, എല്ലാ ഹോമിയോപ്പതി ലവേഴ്സ്, എല്ലാ ഹോമിയോ സ്റ്റുഡൻസ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. IFPHന്റെ പേരിൽ, എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ജിതി മനോജിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സലീം കുമാർ ഡോക്ടർ ഇന്ന് ഡബിൾ ധമാക്കയുമായിട്ടാണ് വന്നത്. 2 ഗസ്റ്റിനെ കൊണ്ടുവന്നു, കൂടാതെ 2 വാക്ക് സംസാരിച്ചു, 4 വരി കവിത പാടി. അങ്ങനെ
സലീംകുമാർ ഡോക്ടറിന് പ്രത്യേക നന്ദി അതിന് ഒന്നുകൂടി പറയുകയാണ്. ഇന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഡോക്ടർക്ക് പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ. ആർക്കാണ്? VS ഇന്ദ്രൻ. ഇന്ദ്രൻ ഡോക്ടർ, ഇന്ദ്രൻ സാറിന്. ഇന്ദ്രൻ സാറ് നമ്മളോട് പറഞ്ഞെങ്കിലും ചെറിയ കാര്യം പറഞ്ഞോളെങ്കിലും ആ ചെറിയ കാര്യത്തിൽ വളരെ വ്യാപ്തി ഉണ്ടായിരുന്നു. ഞാനതാ ശ്രദ്ധിച്ചിട്ട്. ഓക്കെ ഓക്കെ. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും IEPയുടെ മൊത്തം ഭാഗത്തു നിന്നും. ഇന്ദ്രൻ സാർ കേട്ടാണെന്ന് വിചാരിക്കും. സാറിന് ഞങ്ങളെ പ്രസിഡന്റിന്റെ വകയായിട്ടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. സാർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കും. നമ്മുടെ പ്രോഗ്രാം അതിന്റെ ചെയ്യാം.